പശ്ചിമേഷ്യൻ സമാധാനത്തിനായിട്ട് പാകിസ്ഥാനിൽ നടന്ന ഇറാൻ US ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ മധ്യസ്ഥ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യ. ഇറാനും അമേരിക്കയുമായിട്ടുള്ള ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണത്തിലാണ് പുടിൻ മധ്യസ്ഥത വഹിക്കാൻ സന്നദ്ധ അറിയിച്ചിരിക്കുന്നത്. രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നുവെങ്കിലും ഇസ്ലാമാബാദിൽ 21 മണിക്കൂർ നീണ്ടുനിന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷവും യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് US-ഉം ഇറാനും തമ്മിൽ ധാരണയിലെത്താൻ കഴിയാതെ വന്നതിനെ തുടർന്നാണ് പുടിനും പെസഷ്കിയാനും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയത്. 1979 ശേഷം വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള ചർച്ചയായിരുന്നു പാകിസ്ഥാനിൽ നടന്നിരുന്നത്. ഉഭയകക്ഷി ബന്ധം വികസിപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പ്രതിബദ്ധത പെസഷ്കിയാനും പുടിനും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യൻ മേഖലയിൽ സുരക്ഷയും സ്ഥിരതയും എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള തങ്ങളുടെ വീക്ഷണങ്ങളും പുടിനും പെസഷ്കിയാനും ചർച്ച ചെയ്തതായി ഇറാൻ പ്രസിഡന്റിന്റെ ഓഫീസും വ്യക്തമാക്കി. ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാമെന്ന നിലപാട് റഷ്യ അമേരിക്കയും അറിയിച്ചു എന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.